പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതേപ്പാടത്താണ്. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലൊരു ചെടിയുണ്ട്. ആ ചെടി ഒരു തെങ്ങിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. നിങ്ങൾ ആ കാഴ്ച ഒന്ന് കാണാം. നമുക്ക് വിഷു ഒക്കെ അല്ല വരുന്നത്. അപ്പോൾ നല്ല മഞ്ഞ പൂക്കളൊന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡിൽ ചാക്കാലയിൽ കുഞ്ഞുമോൻ്റെ വീടിൻ്റെ മുറ്റത്താണ് തെങ്ങിലേക്ക് കയറിപ്പോയിരിക്കുന്ന ഒരു ചെടി കണ്ടത്. വളരെ ഭംഗിയായിട്ട് തോന്നി. രാവിലെ ഇവിടെ സന്ദർശിച്ച നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നെ വിളിച്ചായിരുന്നു. ഇതുപോലെ നല്ല ഭംഗിയാണ്, ഇടയ്ക്ക് വന്ന് നോക്കണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അതിൽ തൊട്ടടുത്തൊരു മരണം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് വന്നപ്പോഴാണ് കയറി കണ്ടത്. നല്ല ഭംഗിയായിട്ടാണ് കയറിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ വീടിനെ തൊട്ട് സമീപം താമസിക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു വില്ലയിൽ പണിക്ക് പോയപ്പോൾ അവിടുന്ന് ഇതിൻ്റെ ചെടിയുടെ ഒരു ചെറിയ തണ്ട് കൊണ്ടുവന്ന് കിളിപ്പിച്ചിട്ട് ഇതിന് വെച്ചതാണ്. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ തന്നെ തോന്നും. അപ്പം ഞാനിതിൻ്റെ നമുക്ക് ഇപ്പം ഏത് സാധനവും കണ്ടുപിടിക്കാൻ നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ അകത്തോട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അന്നേരം തന്നെ അതിൻ്റെ ഫോട്ടോ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ പേര് കണ്ടുപിടിക്കാമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ക്യാറ്റ് ക്ലോവ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. നമുക്ക് മിക്ക സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും മഞ്ഞപ്പൂവാണ്. നല്ല പൂവെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വിഷു സമയത്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഭംഗി വരുന്നത്. കാരണം ഒരു കണിക്കൊന്നയ്ക്ക് പകരമായിട്ടൊരു സാധനമാണ്. നമുക്ക് പിടിച്ചു നോക്കിയത് പ്ലാസ്റ്റിക് ആണെന്നാണ് തോന്നുന്നത്. മിക്ക വീടിൻ്റെയും ഉണ്ട്, സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ പച്ച ഇലയുള്ളതാണ്. പക്ഷേ ഇതിന് ഇലയില്ലാതെ പൂക്കൾ മാത്രം വന്നുകൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ച് പിടിപ്പിച്ച സുരേഷിൻ്റെ വീട്ടിൽ ഇതുണ്ട്. പക്ഷെ സുരേഷിൻ്റെ വീട്ടിൽ കൂടുതൽ ഇലയും കൂടെ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് ഇതില്ല. ഇത് മുഴുവൻ മഞ്ഞ കളറായതുകൊണ്ട് നല്ല ഭംഗിയാണ്. എന്തായാലും ഇത് കാണാൻ വളരെ ഭംഗിയാണ്. അതാ തെങ്ങോട്ട് കയറി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ലൊരു കാഴ്ചക്ക് നല്ലൊരു ഭംഗിയാണ്. അപ്പം ഞാൻ പുതുപ്പള്ളിക്ക് പോയ വഴിക്ക് നമ്മുടെ പുതുപ്പള്ളി മുളമൂട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയുടെ വീടിൻ്റെ മുറ്റത്തും ഇതുപോലെ തന്നെ ഒരു ഇത് കണ്ട്. അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ മലയാള മനോരമ പത്രക്കാരൊക്കെ വന്ന് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്താണ്. ഇത് വിഷു സമയത്തല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൂടുതൽ കാണാൻ പറ്റത്തുള്ളൂ. ഇത് പൂച്ചയെപ്പോലെ അള്ളിപ്പിടിച്ച് കയറുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നെന്നാണ് നെറ്റിൽ കിടക്കുന്നത്. ഏതായാലും വളരെ ഭംഗിയാണത്. അപ്പോൾ ഈ ചെടിയുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക.